ഹായ് എവരിവൺ. ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കൽത്തപ്പം അല്ലെങ്കിൽ പെസഹ അപ്പമാണ്. നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് ഈ അപ്പം ഉണ്ടാക്കുന്നത്. ഇന്ന് നമുക്ക് ഫ്രൈങ് പാനിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. ഈ അപ്പം ഉണ്ടാക്കാൻ വേണ്ടി 2 കപ്പ് പച്ചരിപ്പൊടി, അത് പുട്ടിൻ്റെ പരുവത്തിന് പൊടിച്ചെടുത്തതാണ്. അതിൽ നിന്ന് 2 സ്പൂൺ മാറ്റി വെക്കുക നമുക്ക് കുറുക്കുണ്ടാക്കാൻ വേണ്ടി. ഉഴുന്ന് 1 കപ്പ്, 2 കപ്പ് അരിക്ക് 1 കപ്പ് ഉഴുന്നാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ വേണ്ടത് 2 അല്ലി വെളുത്തുള്ളിയും പിന്നെ ജീരകവും, 1/2 ടീസ്പൂൺ ജീരകം, 1 കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞത്, 1 കപ്പ് തേങ്ങ തിരുമിയത്, 1/2 കപ്പ് തേങ്ങാക്കൊത്ത്, കുറച്ച് കറിവേപ്പില. വറക്കാൻ വേണ്ടി നമ്മൾ കോക്കനട്ട് ഓയിലാണ് ഉപയോഗിക്കുന്നത്. അത് 1 കപ്പോളം വേണം. ആദ്യം നമുക്ക് തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളി അരിഞ്ഞതും വറുത്ത് കോരി മാറ്റി വെക്കണം. അതിൻ്റെ കൂടെ കറിവേപ്പിലയും വറുത്ത് മാറ്റി വെക്കണം. അതിനുശേഷം ഉഴുന്ന് നല്ലതായിട്ട് വറക്കുക. അതിൻ്റെ ചൂട് ആറിയതിന് ശേഷം മിക്സിയിൽ ഇട്ടൊന്ന് അടിച്ച് എടുക്കുക. ഒത്തിരി പൊടിയല്ല, അതിനകത്ത് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം. വെളുത്തുള്ളിയും ജീരകവും കൂടെ നല്ലതായിട്ട് അടിച്ചെടുക്കണം. മിക്സിയിലിട്ട് അടിച്ച് എടുക്കണം. കുറച്ച് വെള്ളത്തിലിട്ട് അടിച്ചെടുക്കുക. അന്നേരം നല്ലതായിട്ട് അരിഞ്ഞ് കിട്ടും. അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് ഇതെല്ലാം കുഴച്ചെടുക്കണം. പിന്നെ വേറൊരു കാര്യം ഉള്ളത്, നമ്മൾ 3/4 ഭാഗം മാത്രമാണ് തേങ്ങാക്കൊത്ത് അരിഞ്ഞ് വറുത്തതും ഉള്ളി വറുത്തതും ചേർക്കുന്നുള്ളൂ. ബാക്കിയുള്ളത് നമ്മൾ അപ്പം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മേളിൽ വിതറാൻ വേണ്ടിയാണ് എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എല്ലാം കൂടെ ചേർത്ത് ഇളക്കണം. തേങ്ങ തിരുമിയതും കൂടെ ചേർത്ത് നമ്മൾ ഇളക്കി മാറ്റി വെക്കുക. മാവിൻ്റെ പരുവം കോരി ഒഴിക്കത്തക്ക വിധത്തിലുള്ള പരുവമായിരിക്കണം. മാവിൻ്റെ പരുവം ഒത്തിരി കട്ടിയാവരുത്. അത് ഇരിക്കുമ്പോൾ അത് കുറുകി വരും. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചൊന്ന് ഡൈല്യൂട്ട് ചെയ്താൽ മതി. വെളിച്ചെണ്ണ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ആ വറുത്തെടുത്ത തേങ്ങാക്കൊത്തും
ഉള്ളിയും വറുത്ത ആ വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതാണ് ടേസ്റ്റ്. അപ്പം മറിച്ചിടുമ്പോൾ സൂക്ഷിക്കണം, അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പതുക്കെ അത് മറിച്ച് നമ്മൾ അത് മൊരിച്ചെടുക്കാവൂ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ കമൻസിൽ എഴുതണം. താങ്ക് യു ഫോർ വാച്ചിങ്.